മറ്റ് പ്രധാന വാർത്തകളിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് വീണ്ടും ജീവനെടുത്ത് കാട്ടാനയുടെ ആക്രമണം എന്നുള്ളതാണ്. മലപ്പുറം മൂത്തേടത്ത് ആടുമേയ്ക്കാൻ പോയ ആദിവാസി സ്ത്രീയാണ് കൊല്ലപ്പെട്ടത്. ഉച്ചക്കുളം നഗറിലെ സരോജിനിയാണ് മരിച്ചത്. ആക്രമണത്തിന് പിന്നാലെ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തി. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുന്നു. അഷ്കർ അലി, ആടിനെ തീറ്റാൻ ഇറങ്ങിയതാണ് ആ അമ്മ. എങ്ങനെയാണ് ആനയുടെ മുന്നിൽപ്പെട്ടത്? സുജിയ, ഇന്ന് രാവിലെയായിരുന്നു ഇത്തരത്തിൽ നിർഭാഗ്യകരമായ ഒരു ദാരുണാന്ത്യം, ഒരു കാട്ടാനാക്രമണം കൂടി ഉണ്ടാകുന്നത്. ഞാനിപ്പോൾ ആദിവാസി നഗറിന് സമീപമാണ് നിൽക്കുന്നത്. ഈ ഉച്ചക്കുളം എന്ന് പറയുന്നത് ഇവിടെ വനമേഖലപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ്. പക്ഷേ ഇവിടെ നിരവധി ആളുകൾ താമസിക്കുന്നുണ്ട്, നിരവധി വീടുകളുമുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് തൊട്ടടുത്തേക്ക് അവർ ആ മാടിനെ മേയ്ക്കാൻ പോകുമ്പോഴായിരുന്നു ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നത്. നമ്മുടെ ഇവിടെ അതിൻ്റെ നാട്ടുകാർ കൂടിയുണ്ട്. എന്താണ് സംഭവിച്ചത്? ഇവർ രാവിലെ പോത്തിനെ കൊണ്ടുപോയതാണ്. പോത്തിനെ കൊണ്ടുപോയി അപ്പോൾ നന്നായി എടുക്കുന്നുണ്ട് കടയിൽ. അപ്പം നന്നായി അവിടെ കളച്ചുകൊണ്ട് നിൽക്കുകയാണെന്ന്. ഇവിടെ തന്നെ കളി അടുത്ത് തന്നെ ഒഴിഞ്ഞ സ്ഥലത്തേ മതി മൈതാന സ്ഥലം. അവളിങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ആന എപ്പുറത്ത് കൂടെ വന്നു കണ്ട് വന്ന് അല്ലെങ്കിൽ നെടിബലൊക്കെ എല്ലാവരും കുറേ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മരത്തിനൊക്കെ മാറി. ഇവള് നേരെ പാഞ്ഞ് ഇവള് ബാക്കിൽ കൂടിയാണ്. അവളിട്ടാണ് ചവിട്ടി കൈ ഒടിച്ച്, പിന്നെ കൈയിൻ്റെ ഇവിടെ പരിക്കുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്. പിന്നെ അതുപോലെ ഞങ്ങളൊക്കെ ഇവിടെ വിളിയും കേട്ട് ഞങ്ങൾ ഇവിടുന്ന് പാഞ്ഞ് ചെന്നപ്പോൾ സംഭവം ഇതാ. പിന്നെ ഞങ്ങൾ ആളെ തിരഞ്ഞു നോക്കുമ്പോൾ ആള് കിടക്കുന്നുണ്ട് പുല്ലില്. സ്ഥിരമായിട്ട് ആനശല്യമുള്ള ഇത് ഫുള്ള് ആനശല്യ. നേരെ ഈ കുറച്ച് കഴിയുമ്പോൾ കാണാം ഇവിടുത്തെ സംഭവം എന്താണ് ഏതാണെന്നില്ല. ഫുള്ള് ആനശല്യം. ഈ അരികം പോയതാണ്. ഇതിലൊക്കെ ആനവയ്യൊക്കെയാണ്. അത് ഫുള്ള് ആനവയ്യ. അതിലൊക്കെ ഡെയിലി കയറുന്ന സ്ഥലമാണ്. കഴിഞ്ഞ ദിവസം ഞാനും ആന ഇതിൻ്റെ അടുത്തടുത്ത് എന്തോ ഭാഗത്തിന് കഴിച്ചില്ലായതാ. ഫെൻസിങ് അങ്ങനെയുള്ള സംവിധാനം ഫെൻസിങ് ഒന്നുമില്ല. ഈ ഫെൻസിങ് ഇടും. ഇവര് മാർച്ച് ആകുമ്പോൾ എന്തായിട്ടും ഈ ഫോറസ്റ്റ് ഉദ്യമന്മാർ മാർച്ച് ആകുമ്പോൾ ഒരു 2 കമ്പി വലിച്ചിടുന്നില്ല. അപ്പോൾ എനിക്ക് വില്ല് മാറാല്ല. അതിൻ്റെ കോടികൾ ഇതില്ല സംഭവമാണ്. ഒരു 10-50 ലക്ഷം മറ്റേ ഉണ്ടാവും, മാറും. അതെന്തായിട്ട് അത് ചീറ്റിന് ഇടും. അത് 2 സാധനം വന്ന് കഴിഞ്ഞാൽ ആന ചവിട്ടി പൊളിച്ചാൽ കളഞ്ഞു. ഈ നമ്മൾ ഇതിൻ്റെ ടെഞ്ചിൻ്റെ ഈ പൊട്ടിയ നമ്മൾ കെട്ടാൻ പറഞ്ഞു, അതും കെട്ടിയില്ല. ഇവർ കെട്ടുണ്ട്. എവിടെ കെട്ടുണ്ട്? അങ്ങനെ ഫോറസ്റ്റിൻ്റെ അരികിലാക്കും അതില്. അതിപ്പോൾ ഇതിടക്ക് ഇവിടെ ആന പൊളിച്ചിട്ട് അതൊക്കെ കെട്ടിക്കൊടുത്ത്. ഈ ആദിവാസികൾക്ക് തന്നെ ഒരു ചുക്കുമില്ല. ഇത് മറ്റേ ഇതന്നെ ഒരു പട്ടിനെ കൊന്നാൽ മതി. ഇതിപ്പോൾ ഇപ്പോൾ ഞാൻ ചവിട്ടി. ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ എത്തിയോ? ഇല്ലല്ലോ. ഇവിടെ ഉള്ള സ്റ്റാഫുകൾ മാത്രമേ ഉള്ളൂ. DFO മറ്റേ കളക്ടറോ എത്ര ടൈം എത്രയായി വിളിച്ചിട്ട് എന്താ എത്താത്ത കാരണം എന്താണ്? ബല അവനൊക്കെ ഇപ്പോൾ സ്വഭാവം കുറേ മറ്റിട്ടരാം, കുറച്ച് മറ്റിട്ടരാം, അതൊന്നുമില്ല. വെറുതെ നമ്മളെ കൊണ്ട് ഒരു നായ്ക്കൊലം കെട്ടിച്ച് ബോഡി കൊണ്ടുപോകാൻ എന്താ പോലീസ് ശ്രമിച്ച് തടയുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത് സംഭവം എന്താണ്? കളക്ടർ മറ്റേ DFO കേട്ട് എന്നിട്ട് ബോഡി കൊണ്ടുപോകാൻ എന്നിട്ട് വിടാം. അല്ല ഇതിനെന്തെങ്കിലും തീരുമാനം വേണ്ടേ? ചിലപ്പോൾ ഇവര് കൊണ്ടിട്ട് പറയാണ് അത് സ്വയം എന്തോ വീണ് മരിച്ചെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, നമ്മളത് കഴിഞ്ഞു. അപ്പം നമുക്ക് അതിൻ്റെ വച്ചാൽ കൂടുതൽ ഇതൊക്കെ പൈക്കണം എല്ലാ കപ്പാസിറ്റി ഒന്നും നമുക്കില്ല. നമ്മൾ എന്നും ഡെയിലി കൂലിപ്പണിക്ക് പോകുന്ന മനുഷ്യനാണ്. ചിലപ്പോൾ 10, 100, 500 കിട്ടും. അത് അരി സാധനമായിട്ട് അങ്ങനെ പോകും. ഇങ്ങനെ ഈ കാട്ടാന ശല്യമുള്ള മുമ്പ് പലതവണ പറഞ്ഞതല്ലേ? ഇവരോട് പറഞ്ഞതാണ്. ഇവിടെ VSSന്റെ മീറ്റിംഗ് കൂടും വേനലായ. തീ കത്താനാകുമ്പോൾ ഒരു 4 പായമ്പൊരി ഒരു ചെമ്പ് ചായ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് 4 പായമ്പൊരി ചായയും വെക്കും. ഓല മീറ്റിംഗ് കഴിഞ്ഞാൽ പോകും. അപ്പോൾ പറയും വനത്തിൽ തീ കത്താൻ പാടില്ല. ആൾക്കാരെ കൊല്ലണീൻ്റെ ഇതൊന്നുമില്ല. അവർക്ക് വനത്തിൽ അവർക്ക് തീ കത്താൻ പാടില്ല. അതിനിപ്പം അതും ഇതേമാതിരി തന്നെ വാച്ചർമാരായിട്ട് ഈ കോളനിന്ന് ഒരു മനസ്സിലല്ലോ. ഇവിടുത്തെ ഈ കാടറിയുന്ന ആരുമില്ല. കാടറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. വാച്ചറായിട്ട് ഒരാളെ ഉള്ളു നിയമിച്ചവിടെ. ഒരു സർക്കാർ ഇതിൽ ആദിവാസികളെ എടുത്തിട്ട് ശേഷം പുറത്ത് നാട്ടുകാരെടുക്കാൻ പാടുള്ളൂ. ഇവിടെ നാട്ടുകാരെ കൂടുതൽ ഇവിടെ വാച്ചർമാർ. നമ്മൾ പാലങ്കര, കേരളായി, ഇവിടെ കൽക്കുളം ഏരിയയിൽ ആദ്യം നാട്ടുകാർ മാത്രമേ ഉള്ളൂ വാച്ചർമാർ. ആദിവാസികൾക്ക് ഒരു പണിയില്ല. ഈ പറഞ്ഞതുപോലെയാണ് വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ, ഇപ്പോൾ DCC പ്രസിഡന്റ് VS ജോയ് അടക്കമുള്ള ഒരു അരുൺ ഷൗക്കത്ത് അടക്കമുള്ള നേതാക്കൾ ഇവിടെ പ്രതിഷേധമായി എത്തിയിരുന്നു. എന്താണ് ഇപ്പോൾ വീണ്ടും ഒരു കാട്ടാനാക്രമണം? നിലമ്പൂർ മണ്ഡലത്തിൽ തുടർച്ചയായി 2ാമത്തെ ഒരു മരണം കൂടിയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. തുടർച്ചയായി ഇത്തരത്തിലുള്ള തീർച്ചയായും വന്യജീവി ആക്രമണങ്ങൾ പെരുകി വരുന്നു. അതേക്കുറിച്ചാണ് ഇപ്പോൾ അവിടെ എത്തിയ ജനപ്രതിനിധികളടക്കം നേതാക്കളടക്കം പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. മൂത്തേടത്താണ് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നത്. ആദിവാസി നഗറിൽ നിന്ന് ആടുമേയ്ക്കാൻ പോയ സ്ത്രീയാണ് കാട്ടാനയുടെ മുന്നിൽപ്പെട്ടത്.